1 മിനിറ്റിൽ 1 ചുമ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ. ഇപ്പോൾ 1 മിനിറ്റിൽ 9 ചുമയാണ്. ഈ അസുഖം എന്ന് മാറുമോ ആവോ, ആർക്കറിയാം. എൻ്റെ പനി വരും മാറും വരും മാറും. ഈ ഡോക്ടറുടെ മരുന്ന് കഴിക്കുന്നതല്ലാതെ പനിക്ക് യാതൊരു മാറ്റവും ഇല്ല. അടുത്ത കാലം ഞാൻ പോയി കണ്ടിട്ട് വരാം. പേടിക്കണ്ട പൊന്നി രതീഷേ, ഈ മരുന്ന് 3 നേരം കഴിച്ചാൽ മതി. ഇനി പെട്ടെന്നൊന്നും അങ്ങനെ പനി വരില്ല, ഉറപ്പാ. വിശ്വസിക്കാമോ ഡോക്ടറെ? അടുത്തെങ്കിലും വേറെ ഹോസ്പിറ്റൽ ഇല്ലാഞ്ഞിട്ടുണ്ടോ? വീടിനടുത്തായതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ പേടിച്ചാൽ രതീഷേ, പനി മാറി. ഈ മരുന്ന് കഴിച്ചാൽ പനി മാറും, ഉറപ്പാ. ഓക്കെ. വീട്ടിലിരിക്കുന്ന മരുന്നെടുത്താൽ കഴിച്ചാൽ പോരായിരുന്നു. എന്തിനാ ഇത്ര ദൂരം പോയി ഡോക്ടറെ കണ്ടിട്ട് വരുന്നത്? ബോഡി ചെക്കപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ശരീരം നമ്മൾ നോക്കണ്ടേ? ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യണമായിരുന്നു. പണം മാത്രം പോരാല്ലോ, ശരീരവും കൂടി നോക്കണ്ടേ? ഇതിനെ പോവല്ലേ? ഞായറാഴ്ച മോളെ പരീക്ഷ തീരുക. ഹോസ്റ്റലിൽ പോയി മോളെ വിളിച്ചോണ്ട് വരണം. ഞാൻ കാണില്ല. ഇനി 5 ദിവസം ഉണ്ടല്ലോ ഡോക്ടറെ. ഞാൻ വെളുപ്പിനെ പോയി ഞാൻ ഇനി വിളിച്ചോണ്ട് വന്നോളാം. ഞാനത് നേരത്തെ അങ്ങ് പറഞ്ഞതാ ജിതിനെ. ആകെ ഒരു മോളെ ഉള്ളല്ലോ. ഇതിനെ ഞാൻ എത്ര വട്ടം വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. വല്ല അത്യാവശ്യം ഉണ്ടോ? അത്യാവശ്യമായിട്ട് പാലായിൽ വരെ ഒന്ന് പോകണം. മോൾക്ക് വല്ലതും പറ്റിയോ? മോൾക്കല്ല ജിതിനെ, പാലയിൽ ആരെയോ പാമ്പ് പിടിച്ചു. കാശ് എത്ര വേണേലും തരാമെന്ന് പറഞ്ഞു. നീ പെട്ടെന്ന് മരുന്നുമായിട്ട് അവിടെ നിന്ന് പോകണം. രോഗിയെ കാണാതാണോ ഡോക്ടറെ മരുന്ന് കൊടുക്കുന്നത്? ജിതിനെ, ഇത് ആദ്യമായിട്ടൊന്നും അല്ല. ഇതിനു മുമ്പ് ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്, രോഗിയെ കാണാതെ തന്നെ. ഹലോ, എന്ത് പറ്റി? എൻ്റെ മോക്ക് എന്ത് പറ്റി? ഏകദേശിപ്പല്ല. പാമ്പ് എപ്പോഴാണ് കടിച്ചത്? നിങ്ങൾ അന്നേരം കൊണ്ടുപോയില്ലേ? എന്താ എന്ത് പറ്റി? ഇതിനെ നമ്മൾ കൊടുത്തുവിട്ട മരുന്ന് എൻ്റെ മോക്ക് തന്നെയാണല്ലോ ഇതിനെ കൊടുക്കേണ്ടി വന്നത്. എന്തൊരു അബദ്ധമായി പോയത്. നിന്നെ പോലുള്ള വ്യാജ ഡോക്ടർമാരെ പിടിക്കാൻ ഒരുപാട് നിയമങ്ങളൊക്കെ ഉള്ള നാടായത്. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. എനിക്ക് മോളെ കാണാൻ പോകണം. വ്യാജ ഡോക്ടർമാർ അരങ്ങുവാടുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം മകൾക്ക് തന്നെ വ്യാജമരുന്ന് നൽകേണ്ടി വന്ന ഒരച്ഛന്റെ കഥയാണ് ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് അവതരിപ്പിച്ചത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്.